അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെയും മറ്റന്നാളുമാണ് നമ്മുടെ പരീക്ഷ. തഫ്ഹീമു തിലാവയുടെ വായനയാണ് ആദ്യത്തെ പരീക്ഷ. രണ്ടാമത്തെ ദിവസം എഴുത്ത്. നേരത്തെ തഫ്ഹീമു തിലാവയുടെ 1 മുതൽ 14 വരെയുള്ള പാഠങ്ങളുടെ ഒരു ഫുൾ റിവിഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ തഫ്ഹീമു തിലാവയുടെ വായന എഴുത്ത് രണ്ടിൻ്റെയും ഒരു മോഡൽ ചോദ്യപേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം. ഇതിൽ ഏതൊക്കെ ചിത്രങ്ങളാണുള്ളത്? മനോഹരമായ വീടുണ്ട്, ടൈയുണ്ട്, ഒരു ഉസ്താദ് ക്ലാസ്സിലേക്ക് കയറി വരുന്നു, കുട്ടികളൊക്കെ എണീറ്റ് നിൽക്കുന്നു, അതുപോലൊരു പാത്രത്തിൽ ഈത്തപ്പഴമുണ്ട്. ഇനി ഇതിനൊക്കെ അറബിയിൽ എന്താണ് പറയുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആ വാക്കുകൾ ഉണ്ട്. നമ്മൾ ഓരോ വാക്കും വായിച്ച് തൊട്ട് കാണിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് അദബുൻ. അദബുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മര്യാദയാണ്, ബഹുമാനമാണ്. അതിനോട് യോജിക്കുന്ന ചിത്രം ഏതാണ്? ഒരു ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുന്നു, കുട്ടികൾ എണീറ്റ് നിൽക്കുന്നു. അത് ബഹുമാനത്തിന്റെ ഭാഗമല്ലേ? അപ്പോൾ അദബുൻ എന്നുള്ളത് ഏതാണ് എന്നുള്ളത് കുട്ടികൾ തൊട്ട് കാണിച്ചു കൊടുക്കുക. രണ്ടാമത്തത് തംറുൻ. തംറുൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? കാരക്കയാണ്, അല്ലെങ്കിൽ ഈത്തപ്പഴമാണ്. ഇവിടെ ഒരു പാത്രത്തിൽ നിറയെ ഈത്തപ്പഴമുണ്ട്. ആ ചിത്രം തൊട്ട് കാണിച്ചു കൊടുക്കുക. അടുത്തത് ബൈത്തുൻ. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ വീട്, മനോഹരമായ ഒരു വീടിന്റെ ഫോട്ടോ ഇല്ലേ? അത് തൊട്ട് കാണിച്ചു കൊടുത്താൽ മതി. ഇനി അടുത്തത് ഉറബുൻ. ഉറബുൻ എന്ന് പറഞ്ഞാൽ ടൈയ്, ടൈയിന്റെ ഫോട്ടോ അവിടെയുണ്ട്. വിദ്യാർത്ഥികൾ തൊട്ട് കാണിച്ചു കൊടുക്കുക. ഇനി അടുത്തത് രണ്ടാമത്തത് ബോർഡിലുള്ളത് വായിക്കാം. 4 വാക്കുകളാണ് ഇവിടെ ബോർഡിൽ തന്നിട്ടുള്ളത്. അത് വായിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഏതാണ് ഒന്നാമത്തെ വാക്ക്? ഉദിബ. രണ്ടാമത്തത് ഇത്ബുൻ. മൂന്നാമത്തത് ദഅബ. നാലാമത്തത് അബദുൻ. ആ 14 പാഠങ്ങളും കൃത്യമായി പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ വാക്കുകൾ വളരെ എളുപ്പത്തിൽ തന്നെ വായിക്കാൻ സാധിക്കും. കാരണം നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. അലിഫ്, ദാല്, ബാ, താ, ഇതൊക്കെ ഹർക്കത്തോടുകൂടെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ 14 പാഠങ്ങൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ വായിച്ചിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ഏത് വാക്കുകൾ വന്നാലും നമുക്ക് വായിക്കാനും എഴുതാനും സാധിക്കണം. ഇനി അടുത്തത് അക്ഷരങ്ങൾ വായിക്കാം. ഇവിടെയുള്ള ഓരോ അക്ഷരങ്ങൾ വായിക്കുകയാണ് വേണ്ടത്. ഏതെല്ലാം അക്ഷരങ്ങളാണ്? ഒന്നാമത്തത് വിദ്യാർത്ഥികൾ സ്വയമായിട്ട് വായിച്ച്. ഒന്നാമത്തെ അക്ഷരം ബു. രണ്ടാമത്തെ അക്ഷരം ദി. മൂന്നാമത്തത് അലിഫ്. നാലാമത്തത് തുൻ. അഞ്ചാമത്തത് അബ്. ഈ രൂപത്തിൽ വായിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നിങ്ങൾ വായിച്ചു കൊടുത്താൽ 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ആകെ 50 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ. ഇതാണ് തഫ്ഹീമു തിലാവയുടെ വായനാ പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ വായിക്കാനുള്ളതൊക്കെ നിർബന്ധമായും ആവർത്തിച്ച് വായിച്ച് പരിശീലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി രണ്ടാമത്തത് തഫ്ഹീമു തിലാവയുടെ എഴുത്തു പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. തഫ്ഹീമു തിലാവയുടെ എഴുത്തു പരീക്ഷ നമുക്ക് വായനയുമുണ്ട്, അതുപോലെ തൊട്ടടുത്ത ദിവസം എഴുത്തു പരീക്ഷയുമുണ്ട്. എഴുത്തു പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പർ. ഒന്നാമത്തത് വിട്ട അക്ഷരം എഴുതാം. ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ വാക്കുകളും താഴെ തന്നിട്ടുണ്ട്. പക്ഷെ ഓരോ അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചിത്രം എന്താണ്? സൂചിയാണ്. രണ്ടാമത്തത് വീടാണ്. മൂന്നാമത്തത് ഗേറ്റ് ആണ്. നാലാമത്തത് ഈത്തപ്പഴമാണ്. ഇതിനൊക്കെ അറബിയിൽ എന്താണ് പറയുക എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സൂചിക്ക് എന്താ പറയുക? ഇബറുൻ. അപ്പോൾ ഏതക്ഷരമാണ് വിട്ടത്? ഇ എന്നുള്ളത് അവിടെ വിദ്യാർത്ഥികൾ എഴുതി കൊടുക്കണം. രണ്ടാമത്തത് ബൈത്തുൻ. വീടിന് എന്താ അറബിയിൽ പറയാ? ബൈത്തുൻ എന്നല്ലേ? പക്ഷെ ഇവിടെ ബ എഴുതിയിട്ടുണ്ടോ? വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ എഴുതി കൊടുക്കണം. മൂന്നാമത്തത് ഗേറ്റ് ആണ്. ഗേറ്റിന് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചത്? ദർബുൻ എന്നാണ്. അവിടെ ദാല് വിട്ടുപോയിട്ടുണ്ട്. ദ എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. അവസാനത്തെ ചിത്രം ഈത്തപ്പഴമാണ്. ഈത്തപ്പഴത്തിന് നമ്മൾ എന്താ അറബിയിൽ പഠിച്ച്? തംറുൻ. അവിടെ ത വിട്ടുപോയിട്ടുണ്ട്. ത എഴുതി കൊടുക്കണം. ഇങ്ങനെ ഒന്നാമത്തെ വാക്കിന് ഇ എന്നും, രണ്ടാമത്തെ വാക്കിന് ബ എന്നും, മൂന്നാമത്തെ വാക്കിന് ദ എന്നും, നാലാമത്തെ വാക്കിന് ത എന്നും വിദ്യാർത്ഥികൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്.
ഇനി രണ്ടാമത്തെ ചോദ്യം, ബോർഡിൽ നോക്കി എഴുതാം. ഇവിടെ രണ്ട് വാക്കുകളുണ്ട്, അത് അതേപോലെ നോക്കിയിട്ട് ഈ ബോക്സുകളിൽ എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ വാക്ക് എന്താണ്? ബദ. രണ്ടാമത്തെ വാക്ക് ഇത്ബുൻ. ഇത് അതുപോലെ തന്നെ നോക്കി എഴുതുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം, അക്ഷരങ്ങൾ എഴുതാം. ഇവിടെ കാണിച്ചിട്ടുള്ള അക്ഷരങ്ങൾ നേരെ തൊട്ടപ്പുറത്ത് അതുപോലെ എഴുതുകയാണ് വേണ്ടത്. ആ, ബു, ദി, തുൻ. ഇതൊക്കെ വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണേ. ഇനി അവസാനത്തെ ചോദ്യം, അക്ഷരങ്ങൾക്ക് കളർ നൽകാം. ഏതെല്ലാം അക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത്? താ ഉണ്ട്, അതുപോലെ ദാലും ഉണ്ട്. ഈ രണ്ടക്ഷരങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹരമായ കളർ നൽകുകയാണ് വേണ്ടത്. ഇതാണ് തഫ്ഹീമു തിലാവയുടെ എഴുത്തു പരീക്ഷയുടെയും വായനാ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ. നിർബന്ധമായും വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ തന്നെ വായിക്കുകയും എഴുതിയുമൊക്കെ പരിശീലിക്കുക. അല്ലാഹു തആല എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.